ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം. അങ്ങനെ മഴയൊക്കെ മാറി ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ടല്ലേ. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, ഒരു അരമുറി ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വലുപ്പത്തിലുള്ള. അങ്ങനെ ആ ചക്ക ഇന്ന് റെഡിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പണി. അങ്ങനെ ചീമച്ചക്കയൊക്കെ ഏകദേശം എന്നല്ല തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിലൂടെ ഇച്ചിരി വലിപ്പമുള്ളൊരു ചക്ക നമുക്ക് കിട്ടിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നെങ്കിലും നമ്മളിത് വേവിക്കുക വൈകിട്ടാട്ടോ. അങ്ങനെ അമ്മ ചെത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെത്തി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, പണ്ടൊന്നും ഇതിൻ്റെ ഈ തൊലി പോലും കളയില്ല, ഇതൊക്കെ നമ്മൾ തോരൻ വെച്ച് കഴിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ മഴയൊക്കെ വെള്ളം എവിടെ വരെയായി എന്നൊക്കെ ഒന്ന് കിണറ്റിലെത്തി നോക്കിയതാട്ടോ. അങ്ങനെ അവിടെ ചക്കവെട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചക്ക കണ്ട സന്തോഷമായിട്ട് എൻ്റെ ഈ മുഖത്ത് കാണുന്നത്. ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മുട്ട കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ടുവെക്കാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ പൊതിഞ്ഞ് പിടിച്ചേക്ക് കേട്ടോ. ആകാശം കാണരുതെന്ന് മുട്ട. അങ്ങനെ എന്തായാലും ആകാശം കണ്ടിട്ടില്ല, ഞാൻ നിങ്ങളെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ ചക്ക പൊളിച്ചെടുത്തോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ ഈ ചക്കയുടെ അവശിഷ്ടങ്ങളൊന്നും കളയില്ല. ഈ തൊലിയുണ്ടല്ലോ, ചവണിയാണെന്നുണ്ടെങ്കിൽ തോരൻ വെച്ച് കഴിക്കും. പിന്നെന്താ, അതിൻ്റെ ചക്കയുടെ പുറയിലത്തെ സാധനം ഉണ്ടല്ലോ, മുള്ളുപോലെ ഇരിക്കുന്നത് തൊലി, അതാണെങ്കിൽ കൊത്തി എരിഞ്ഞ് തോരൻ വെക്കും. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ ചക്ക കണ്ട് എനിക്ക് സന്തോഷം കൊണ്ട് നിർവൃതി അടഞ്ഞ് നിൽക്കുന്ന ഞാനാണ് ഈ അടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരുക്കി എടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? പറയേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പം നാളെ ഇതായിരിക്കും നമ്മുടെ അടുത്തൊരു കൂട്ടാനെന്നുള്ളത് ഓർത്ത് സങ്കടത്തിൽ ചക്ക തിന്ന് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഞാൻ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചക്ക പറക്കി വെക്കാനെ കൊണ്ട് പോകുക കേട്ടോ. തലേ ദിവസത്തെ ഏതോ ഒരു സീരിയലൊക്കെ കണ്ട് ഞങ്ങൾ ആ കഥ ബാക്കി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കുന്നതിന് എൻ്റെ ചങ്ക് പൊട്ടു കേട്ടോ. കാരണം ഇനി ഒരാഴ്ചത്തേക്ക് നമ്മൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ മാറ്റി നമ്മൾ വൈകിട്ട് ഏകദേശം അടുക്കള ഉണർന്നിരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ വരുന്ന സമയമൊക്കെ ആയപ്പോഴത്തേനും ചക്ക അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ പുറകെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും പാവം അമ്മ ജോലി ചെയ്യുന്നു, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നത് ഞാനാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഞാൻ ചക്ക പറഞ്ഞു കൊടുത്ത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചക്ക ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചക്കയൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തൊരു പാനിൽ ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഡാഡിക്കുള്ളത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ വീട്ടിൽ വരെ പോയി, ഇനിയിപ്പോൾ ഈ ചക്കയുടെ അവശിഷ്ടങ്ങളൊക്കെ തീർന്നിട്ടേ വരത്തുള്ളതേ. അന്നേരം എന്നെ രാക്കി നോട്ടമൊക്കെ നോക്കിയിട്ടുണ്ട് അമ്മ. അങ്ങനെ ഞങ്ങൾ ചക്കയൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ചക്ക തിന്നാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ചക്കയും കട്ടനും ഒക്കെ അടിക്കാനൊക്കെ കൊണ്ടൊക്കെ പറ്റിയ സമയമാണ്. ഇനിയിപ്പോൾ ചായ കുടിക്കുന്നതുകൊണ്ട് കട്ടനൊന്നും ആർക്കും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ചക്ക ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കട്ടെ. ഇത് ഇളക്കുന്നതിനൊക്കെ ഭയങ്കര ഒരു വാക്കൊക്കെ വേണം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഇളക്കി കഴിഞ്ഞാൽ പകുതിയും താഴെയും അവിടെ ഇവിടെയൊക്കെ പോയി ആകെപ്പാടെ അങ്ങ് വൃത്തികേടായി പോകുന്നേ. എന്തായാലും പോട്ടെ, എന്തായാലും ചക്ക സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറും കൂട്ടി ഒരു പിടി പിടിക്കാം. അപ്പോൾ ചക്കയ്ക്ക് ഇന്ന് കറിയായിട്ടുള്ളത് എന്താണെന്നറിയാമോ? വറ്റക്കറി കേട്ടോ. അങ്ങനെ ചോറും ചക്കയൊക്കെ അടിച്ച് പൊളിച്ച് കഴിക്കാനൊക്കെ കൊണ്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബേബി, സി യു.